പാർട്ടി ഓഫീസിൻ്റെ കളർ വരെ മാറ്റില്ലേ? ചുവപ്പ് അലർജിയാണ്, നെഗറ്റീവ് കളറാണ് എന്ന് പറയുന്ന ആരാ? പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എന്തുമാത്രം സഖാക്കളുടെ നെഞ്ചിടിപ്പ്, ആ വേദന അവർക്കുണ്ടായിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മീഡിയേറ്ററാണ്. എം.വി. ഗോവിന്ദൻ അവസാന സമയം RSSുമായി ചേർന്നു എന്ന പദപ്രയോഗം നേരിട്ട് നടത്തിയത് അത് ബോധപൂർവമാണ്, ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്നാണ് എന്ന് തോന്നുന്നുണ്ടോ? 1000% ബുദ്ധിയുള്ളവർക്ക് ആർക്കും മനസ്സിലാവില്ലേ? എനിക്ക് സ്കൂളിൽ പോയി പഠിക്കൊന്നും വേണ്ട. കോമൺ സെൻസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിട്ടുള്ളതാണ്. ആ കോമൺ സെൻസുള്ള ആ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലാവും. അത് തന്നെയല്ലേ കൃത്യം, ആ നിലപാട് തന്നെയല്ലേ 2026 സ്വീകരിക്കാൻ പോകുന്നത്. അത് തന്നെയല്ലേ PV അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പാർട്ടി ഓഫീസിൻ്റെ കളർ വരെ മാറ്റില്ലേ? ചുവപ്പ് അലർജിയാണ്, നെഗറ്റീവ് കളറാണ് എന്ന് പറയുന്ന ആരാ? പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എന്തുമാത്രം സഖാക്കളുടെ നെഞ്ചിടിപ്പ്, ആ വേദന അവർക്കുണ്ടായിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മീഡിയേറ്ററാണ്. പിണറായിക്ക് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത കാര്യത്തിൽ ഇടപെടുന്ന വ്യക്തിയാണ്. ഇപ്പോൾ RSSുമായുള്ള മീഡിയേറ്റർ ആണെന്നാണോ? തീർച്ചയായിട്ടും. എന്താ തർക്കം? അല്ലെങ്കിൽ അദ്ദേഹം പറയുമോ? ഇപ്പോൾ പോലീസിൻ്റെ DGP നിയമനവുമായി ബന്ധപ്പെട്ട് അവസാനം വരാൻ പോകുന്ന ഇലക്ഷൻ കഴിയാൻ കാത്തിരിക്കല്ലേ? 6 പേര് അയച്ചിൽ ഒരാൾ അജിത് കുമാറാണ്. അതിൽ 2 പേര് കേന്ദ്ര സർവീസിലുള്ളവരാണ്. അവരോട് അവിടെ വില്ലിങ്നെസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു IPS ഓഫീസറുടെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹം തള്ളപ്പെടും. പിന്നെ വരുന്ന 3 ആളിൽ അജിത് കുമാറുണ്ട്. അത് സ്റ്റേറ്റിന് തീരുമാനിക്കാം 3-ൽ ആരെയും. അപ്പം ഈ 1-ാം തീയതിക്കുള്ളിൽ അജിത് കുമാർ ഇവിടുത്തെ DGP ആയി വരികയാണ്. ഈ വിഷയത്തിലൊരു സമരം നടത്താൻ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് തയ്യാറായോ? ഞാൻ പറഞ്ഞല്ലോ, ശക്തമായ സമരം ഇവിടെ നടത്തേണ്ടത്, സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പൊതുസമൂഹത്തെയല്ലേ വെല്ലുവിളിക്കുന്നത്. മാത്രമോ അദ്ദേഹത്തെ മറ്റേ പ്രസിഡന്റ് അവാർഡിന് വേണ്ടിയിട്ട് ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്ത് അയച്ചു. ഈ 2 കാര്യങ്ങളും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവുമായിട്ട് നല്ല ബന്ധം നിൽക്കുന്ന സമയമാണല്ലോ. ശക്തമായ സമരം നടത്തണം, അതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനല്ലേ പറ്റൂ.